Hi students. So, നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ബ്ലോക്ക് 3 യൂണിറ്റ് 8 ഡിപ്രീസിയേഷൻ. There are two methods, fixed installment method and diminishing balance method. So, we discussed fixed installment method and next problem relating to fixed installment method. Arvind and company purchased a plant വർത്ത് റുപ്പീസ് 2 lakh. അരവിന്ദ് കമ്പനി ഒരു പ്ലാന്റ് പർച്ചേസ് ചെയ്തു. 2 lakh റുപ്പീസിൻ്റെ പ്ലാന്റ് ആണ് പർച്ചേസ് ചെയ്തത് ഓൺ ജാനുവരി 1st 2017. ജാനുവരി 1st 2017 ആണ് ഈ പറയുന്ന പ്ലാന്റ് പർച്ചേസ് ചെയ്തത്. ഓൺ ജൂൺ 30, 2017 an additional plant was brought for rupees 50,000. അതായത് ജൂൺ 30, 2017 പുതിയതായിട്ട് പ്ലാന്റ് വാങ്ങിച്ചു. എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചത്? 50,000 വാങ്ങിച്ചു. ഓൺ ഡിസംബർ 31st 2018 a part of the plant brought on January 1st 2017 costing rupees 4,000 was sold for rupees 3,000. പിന്നെന്താ ചെയ്തത്? ഡിസംബർ 31, 2018 നമ്മൾ ജനുവരി 1 വാങ്ങിച്ചിട്ടുള്ള മെഷീൻ സെയിൽ ചെയ്തു. എത്ര രൂപയ്ക്കാണ് സെയിൽ ചെയ്തത്? 4,000 രൂപയുടെ ഒരു മെഷീൻ ഉണ്ടായിരുന്നു. അത് പ്ലാന്റ് ഉണ്ടായിരുന്നു. ആ പ്ലാന്റ് 3,000 രൂപയ്ക്ക് സെയിൽ ചെയ്തു. ഇനി പറഞ്ഞിരിക്കുന്ന പ്രിപ്പയർ എ പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട് ഫോർ ദ ഇയർ 2017 and 2018 പ്രൊവൈഡിങ് ഡിപ്രീസിയേഷൻ at 10% per annum on fixed installment method. The accounts are closed on December 31st every year. So, നമുക്ക് പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ അക്കൗണ്ട് മാത്രമേ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. 2017 2018 അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഡിപ്രീസിയേഷൻ 10% ആണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്താണ്? മെഷീൻ വാങ്ങിച്ചത് അല്ലേ, പ്ലാന്റ് വാങ്ങിച്ചത് 2 ലക്ഷത്തിനാണ്. അത് ജനുവരി 1, 2017. സോ നമ്മളെങ്ങനെ വരയ്ക്കും? ആദ്യം ഒരു പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ഫസ്റ്റ് നമ്മുടെ ഏത് കോളാണ് വരിക? ഫസ്റ്റ് കോളത്തിൽ എന്താ വരിക? നമ്മുടെ ഈ പറയുന്ന ഡേറ്റ് 2017 അത് നമ്മൾ എഴുതുന്നത്. അപ്പോൾ 2017 വരും. ഡെബിറ്റ് സൈഡ് എഴുതണം. പിന്നെ ഒരു പർട്ടിക്കുലേഴ്സ് കോളം ഉണ്ടായിരിക്കും, ഒരു എമൗണ്ട് കോളം, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്, ഡെബിറ്റ്, ക്രെഡിറ്റ്. ഫസ്റ്റ് നമ്മൾ അസറ്റ് വാങ്ങിച്ചു. അസറ്റ് വാങ്ങുമ്പോൾ ജേണൽ എൻട്രി എന്താ? ടു ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എഴുതുക അല്ലേ. അതായത് മെഷീനറി വാങ്ങിച്ചു എന്നാണ് ജനുവരി 1, 2017. സോ ജനുവരി 1st 2017 ആണ് ടു ബാങ്ക് അക്കൗണ്ട്. എത്രയാണ്? 2 lakh. ഇനിയോ അതേ വർഷം എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഓൺ ജൂൺ 30, 2017 an additional plan was brought for rupees 50,000. അപ്പോൾ ജൂൺ 30 പുതിയതായിട്ടൊരു പ്ലാന്റ് വാങ്ങിച്ചിട്ടുണ്ട്. സോ അവിടെ ജേണൽ എൻട്രി ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ തെറ്റാണ്. ഇവിടെ ശ്രദ്ധിക്കുക. സോറി, ഇവിടെ ഈ ഭാഗം തെറ്റാണ്. ഇവിടെ ജേണൽ എൻട്രി ഇത് എന്താ വരേണ്ടത്? ഇവിടെ ജൂണാണ് വരിക കേട്ടോ. സോറി, ഇവിടെ ജൂണാണ് വരേണ്ടത്. ക്വസ്റ്റ്യൻ തെറ്റാണ്, ആൻസർ തെറ്റാണ്. ഇവിടെ ജൂൺ എഴുതണം. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ ആൻസറിൽ ശ്രദ്ധിക്കുക. ഇവിടെ ഡേറ്റിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? നമ്മൾ പുതിയതായിട്ട് എന്ത് വാങ്ങിച്ചിട്ടുണ്ട്? ജൂൺ 30 നമ്മൾ പുതിയതായിട്ട് പ്ലാന്റ് വാങ്ങിച്ചു. അപ്പോൾ ഇവിടെ പർട്ടിക്കുലേഴ്സ് വരുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ജൂൺ 1 എന്നാണ്. അപ്പോൾ ഇവിടെ ജനുവരി 1 എന്നല്ല വരേണ്ടത്, എന്താണ്? ജൂൺ 1 എന്നാണ് വരേണ്ടത്. പിന്നെ ടു ബാങ്ക് അക്കൗണ്ട് തന്നെയാണ് വരിക. ഇറക്ഷൻ ചാർജസ് എന്ന് വേണ്ട, അഡീഷണൽ പ്ലാന്റ് പർച്ചേസ് എന്ന് എഴുതിയാൽ മതി. അതായത് ഇവിടെ എന്താ വേണ്ടത്? ഇറക്ഷൻ ചാർജസ് എന്ന് മാറ്റിയിട്ട് അഡീഷണൽ പ്ലാന്റ് പർച്ചേസ്ഡ് എന്ന് എഴുതുക. സോറി, ഇത് എഴുതാൻ പറ്റുന്നില്ല. സോ അവിടെ അഡീഷണൽ പ്ലാന്റ് പർച്ചേസ്ഡ് ആണ്.
അതേപോലെ തന്നെ ഇവിടെ ഡേറ്റും വ്യത്യാസമുണ്ട് അല്ലേ, ഡേറ്റ് മാറിയിട്ടുണ്ട്. ഡേറ്റ് ജൂൺ 30 വരിക. ഇവിടുത്തെ ഡേറ്റ് തെറ്റാണ്. ഓക്കെ, ജൂൺ 30 വരിക. ജൂൺ 30 എഴുതേണ്ടത്. അതേപോലെ തന്നെ ടു ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ്. എമൗണ്ട് ഒക്കെ ശരി തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ ഈ എൻട്രി തെറ്റാണ്. അവിടെ എന്തെഴുതണം? ടു ബാങ്ക് അക്കൗണ്ട് തന്നെയാണ്. 50,000 പുതുതായിട്ട് അഡീഷണൽ ആയിട്ട് പ്ലാന്റ് വാങ്ങിച്ചു, അത് ശരിയാണ്. പക്ഷേ ഡേറ്റും ഈ ബ്രാക്കറ്റിൽ ഇറക്ഷൻ ചാർജസും ഒഴിവാക്കണം. കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ആ മാസം, അതായത് ആ വർഷം 2017 ഡിസംബർ 31 നമ്മൾ എന്ത് ചാർജ് ചെയ്യണം? ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡാണ്. അതേപോലെ തന്നെ 10% ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡിപ്രീസിയേഷൻ കാണാൻ വേണ്ടി നമുക്ക് എന്തുണ്ട്? ഈ പറയുന്ന വർക്കിംഗ് നോട്ട് നോക്കുക. സോ വർക്കിംഗ് നോട്ട് 2017 വർക്കിംഗ് നോട്ടിൽ നോക്കിയാൽ നമുക്കറിയാം 2 lakh നമ്മൾ അസറ്റ് വാങ്ങിച്ചത് അല്ലേ. ആദ്യം നമ്മൾ ജനുവരി 1 അസറ്റ് വാങ്ങിച്ചത് എത്ര രൂപയ്ക്കാണ്? 2 ലക്ഷം രൂപയ്ക്കാണ്. ഈ 2 ലക്ഷം രൂപയുടെ അസറ്റിന് എത്ര ശതമാനം ഡിപ്രീസിയേഷൻ? 10% ഡിപ്രീസിയേഷൻ. അപ്പോൾ എത്ര വരും? 20,000. അപ്പോൾ നമുക്ക് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് സെയിം ആണ്. സോ എത്ര വരും? 2 ലക്ഷത്തിൻ്റെ 10%. ഇവിടെ 1000 എഴുതിയത് തെറ്റാണ് കേട്ടോ. 2 lakh ഇൻറ്റു 10/100 എന്നാണ് വരിക. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. 2 lakh ഇൻറ്റു 10/100 അതാണ് വരേണ്ടത്. ഓക്കെ, 2 lakh ഇൻറ്റു 10/100 അപ്പോൾ എത്ര വന്നു? 20,000. ഇനിയോ? ഇനി അടുത്തത് ബാലൻസ് ഒരു 50,000ൻ്റെ മെഷീനറി കൂടി നമ്മൾ 2017 ജൂണിന് വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. സോ അതിൻ്റെ ഡിപ്രീസിയേഷനും ആ വർഷം കണക്കാക്കണം. അപ്പോൾ 2017 ജൂൺ എന്ന് പറയുമ്പോൾ ജൂൺ മുതൽ ഡിസംബർ വരെ എത്ര മാസമുണ്ട്? ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ജൂണിൽ 30 വാങ്ങിച്ചു പറയുമ്പോൾ ജൂലൈ തൊട്ടിട്ടാണ്, ജൂലൈ മുതൽ 6 മാസമാണ് ഉള്ളത്. സോ ഈ അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 50,000 ഇൻറ്റു 10/100 ഇൻറ്റു 6/12 ആണ്. 50,000 ഇൻറ്റു 10/100 അല്ലേ, 10/100 ഇൻറ്റു 6/12. സോ 2,500 വരിക. സോ ഈ വർഷത്തെ ഡിപ്രീസിയേഷൻ എത്ര വരിക? 22,500. 22,500. അതെവിടെ എഴുതണം? ഈ എമൗണ്ട് കോളത്തിൽ ബൈ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് 22,500 എഴുതുക, ബാലൻസ് ചെയ്യുക. 2,27,500 കിട്ടി. ബൈ ബാലൻസ് ബ്രോഡൗൺ. അത് ഈ വർഷം 2018 ജനുവരിയിൽ ടു ബാലൻസ് ബ്രോഡൗൺ എന്ന് പറഞ്ഞിട്ട് 2,27,500. സോ നമ്മുടെ ഈ സൈഡ് കഴിഞ്ഞു. ഇനി നമുക്ക് അതേ വർഷത്തെ എന്ത് കണ്ടുപിടിക്കണം? ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കണം. അതിനു മുന്നേ നമുക്ക് എന്തറിയാം? ഈ പറഞ്ഞ വർഷം 2018 എന്തൊക്കെയാണ് നടന്നത് നോക്കുക. ആദ്യത്തെ കാര്യം എന്താ? ഓൺ ഡിസംബർ 31, 2018 a part of the plant brought on January 1st, 2017 costing rupees 4,000 was sold rupees for 3,000. ഡിസംബർ 31, 2018 എന്ത് സംഭവിച്ചത്? ഒരു പ്ലാന്റ് നമ്മൾ ജനുവരി 1 വാങ്ങിച്ചൊരു പ്ലാന്റ് അതെന്ത് ചെയ്തു? സെയിൽ ചെയ്തു. എത്ര രൂപയ്ക്കാണ് സെയിൽ ചെയ്തത്? 3,000 റുപ്പീസിനാണ് സെയിൽ ചെയ്തത്. അതിൻ്റെ ശരിക്കുള്ള കോസ്റ്റ് എത്രയായിരുന്നു? 4,000. അപ്പോൾ ഡിസംബർ 31 നമുക്ക് ട്രാൻസാക്ഷൻ വരുന്നുണ്ട്. ഡിസംബർ 31 എന്ത് സംഭവിച്ചു? നമ്മുടെ കയ്യിലുള്ള ഒരു പ്ലാന്റ് വിറ്റു. സെയിൽ ചെയ്യുമ്പോൾ ജേണൽ എൻട്രി എന്താ? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട്. നമുക്ക് പൈസ കിട്ടി. അപ്പോൾ എത്ര കിട്ടി? 3,000 കിട്ടി. ആ കിട്ടിയ 3,000 എവിടെ എഴുതണം? നമ്മുടെ ഈ പറയുന്ന ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 3,000 എഴുതണം. ഇനി നമുക്ക് ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കണം. ഡിപ്രീസിയേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? 2018 ഡിപ്രീസിയേഷൻ 2018 നമുക്ക് നോക്കുക എത്ര ഉണ്ടായിരുന്നു പ്ലാന്റ് എന്ന് പറയുന്നത്? 2,50,000 പ്ലാന്റാണ് ഉണ്ടായിരുന്നത് അല്ലേ. ആ പ്ലാന്റ് മൊത്തം അവിടെ ഉണ്ട് അല്ലേ. ഡിസംബർ
31-നാണ് നമ്മൾ സെയിൽ ചെയ്തത്. സോ 2,50,000-ന് എത്ര ശതമാനം? 10% ഡിപ്രീസിയേഷൻ. അപ്പോൾ എത്ര വരും? 25,000. സോ ആ 25,000 നമ്മൾ എവിടെ എഴുതുക? നമ്മുടെ ബൈ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് 25,000 എഴുതുക. സോറി. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ലോസ് ഓൺ സെയിൽ ഓഫ് പ്ലാന്റ്. നമുക്ക് ഈ അസറ്റ് നമ്മളൊരു വിറ്റു എന്ന് പറയുന്നത്. സോ ഡിപ്രീസിയേഷൻ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നത് ഒന്നുമില്ല, സിമ്പിളാണ്. നമുക്ക് ആ സമയത്ത് 2018 നമ്മുടെ കമ്പനിയിൽ എത്ര രൂപയുടെ പ്ലാന്റ് ഉണ്ട്? 2,50,000 പ്ലാൻ ഉണ്ട്. എത്രയുണ്ട്? 2 lakhന്റെ നമ്മൾ ആദ്യം വാങ്ങിച്ചു, പിന്നെ ഒരു 50,000 വാങ്ങിച്ചു അല്ലേ? സോ 2,50,000 പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ട്. സോ അതിൻ്റെ ഡിപ്രീസിയേഷൻ 10% എത്ര വരും? 25,000. ആ 25,000 നമ്മൾ നമ്മുടെ മെഷീനറി അക്കൗണ്ടിൽ ബൈ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതി. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്, ഈ നമ്മളൊരു അസറ്റ് വിറ്റിട്ടുണ്ട്. അതായത് 4,000 രൂപയുടെ അസറ്റ് നമ്മൾ എത്ര രൂപയ്ക്ക് വിറ്റു? 3,000 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ ശരിക്കും നമ്മൾ നോക്കുമ്പോൾ 1,000 രൂപയാണ് നഷ്ടം. പക്ഷെ ശരിക്കും 1,000 അല്ല നഷ്ടം. അതിൻ്റെ കറക്റ്റായിട്ട് കാണണം. സോ ലോസ് ഓൺ സെയിൽ ഓഫ് പ്ലാന്റ്, അത് ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പ്ലാന്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. പ്ലാന്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഓൺ ഡിസംബർ 31-ന് എത്രയായിരുന്നു? 4,000 ആയിരുന്നു നമ്മൾ വാങ്ങിച്ചത്. വാങ്ങിക്കുമ്പോൾ അതിൻ്റെ വില 4,000 ആണ്. ഈ 4,000-ന് നമ്മൾ 2 വർഷം ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തിട്ടുണ്ട്. സോ 2017 ജനുവരിയിൽ വാങ്ങിയ അസറ്റാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 2018 ഡിസംബറിൽ വിറ്റത്. സോ 2 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഈ അസറ്റ് വിറ്റിട്ടുള്ളത് അല്ലേ? അപ്പം 4,000 രൂപയുടെ അസറ്റിന് 2 വർഷം ഡിപ്രീസിയേഷൻ ഉണ്ട്. സോ ആദ്യത്തെ വർഷം എത്ര ഉണ്ടായിരിക്കും? ആദ്യത്തെ വർഷം 400 ഉണ്ടായിരിക്കും. രണ്ടാമത്തെ വർഷം 400 ഉണ്ടായിരിക്കും. സോ 800 ഡിപ്രീസിയേഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ 2 വർഷമായിട്ട് നമ്മൾ ചാർജ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ അസറ്റിന് ആ വില ഇല്ല അല്ലേ? 4,000 ഉള്ള അസറ്റിന് എന്ന് പറയുമ്പോൾ എത്ര കുറഞ്ഞു? 800 കുറഞ്ഞു. അപ്പോൾ എത്രയേ ഉള്ളൂ അസറ്റിൻ്റെ വില? 3,200 ഉള്ളൂ ശരിക്കും. 4,000-ന് വാങ്ങിയ അസറ്റ് 2 വർഷം കഴിയുമ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 3,200 ആണ്. സോ 3,200-ൻ്റെ അസറ്റാണ് നമ്മൾ എത്ര രൂപയ്ക്ക് വിറ്റത്? 3,000-ന് വിറ്റത്. സോ നമ്മുടെ നഷ്ടം എന്ന് പറയുന്നത് 200 രൂപയാണ്. 200 റുപ്പീസാണ് നഷ്ടം. 3,200-ന് വാങ്ങിയിട്ടുള്ള നമ്മളെ കയ്യിലുള്ള ഒരു വാല്യൂ ഉള്ള ഒരു അസറ്റ് നമ്മൾ 3,000-ന് വിറ്റു. സോ നമുക്ക് ഉണ്ടായിട്ടുള്ള ലോസ് എന്ന് പറയുന്നത് 200 ആണ് ലോസ്. നമ്മൾ നോർമലായിട്ട് ചെയ്യുമ്പോൾ എന്താ വരിക? 4,000 വാങ്ങിയ അസറ്റ് 3,000-ന് വിറ്റു. സോ 1,000 നഷ്ടം എന്ന് വിചാരിക്കും. അങ്ങനെയല്ല, 3,200 ആണ് വാല്യൂ. എന്തുകൊണ്ടാണ്? 2 വർഷത്തെ ഡിപ്രീസിയേഷൻ കണക്കാക്കിയുണ്ട്. സോ 3,200-ന്ന് എന്ത് കുറയ്ക്കുക? 3,000 കുറയ്ക്കുക. അപ്പോൾ 200 ആണ് ലോസ് വരിക. ആ ലോസ് നമ്മൾ എവിടെ എഴുതണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. സോറി, നമ്മുടെ ജേണൽ എൻട്രി വരിക പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട് എന്നാണ്. പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ടിൽ ബൈ ലോസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതാം. ലോസ് ആണ്, വേണമെങ്കിൽ നിങ്ങൾക്ക് ബ്രാക്കറ്റിൽ ലോസ് എന്ന് എഴുതാം. ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 200 എഴുതാം. ഇനി നമ്മൾ ബാലൻസ് ചെയ്യുക. 2,27,000 ഇത് ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് എഴുതാം. 1,99,300 ആണ് വരിക. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ ഒന്നുകൂടി പറയാം. പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ അക്കൗണ്ടാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ളത്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു ജനുവരി 1-ന് ഒരു പ്ലാന്റ് വാങ്ങിച്ചു 2 ലക്ഷത്തിന്. പിന്നെ ജൂൺ 30-ാം തീയതി ഒരു പ്ലാൻ വാങ്ങിച്ചു 50,000-ന്. അപ്പോൾ ആ വർഷം നമ്മുടെ കയ്യിൽ 2,50,000 പ്ലാന്റ് ഉണ്ട്. പക്ഷേ നമ്മൾ ഒരു അസറ്റ് വാങ്ങിച്ചത് എത്രയാണ്? 6 മാസം കഴിഞ്ഞിട്ടാണ്. സോ അതുകൊണ്ട് ആദ്യത്തെ 2 lakhന് 100% ഡിപ്രീസിയേഷനാണ്. സോ 2 lakh ഇൻറ്റു എത്ര വരുന്നു? 10/100 20,000 ഡിപ്രീസിയേഷൻ വരും. രണ്ടാമത്തെ അസറ്റ് 6 മാസം കഴിഞ്ഞിട്ടാണ് വാങ്ങിച്ചത്. സോ 6 മാസത്തെ ഡിപ്രീസിയേഷനാണ് വരിക. സോ 50,000 ഇൻറ്റു 10/100 ഇൻറ്റു 6/12 വരും. സോ പകുതി ഡിപ്രീസിയേഷനാണ് വരിക. സോ അവിടെ അങ്ങനെ ടോട്ടൽ ഡിപ്രീസിയേഷൻ 22,500 ആണ് വന്നിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ നമ്മൾ ബാലൻസ് ചെയ്തു. പിറ്റത്തെ വർഷം എന്ത് സംഭവിച്ചു? നമുക്ക് ഒരു അസറ്റ് വിൽക്കേണ്ടി വന്നു. 4,000 റുപ്പീസിന് ജനുവരി 1-ാം തീയതി വാങ്ങിച്ച ഒരു അസറ്റ് നമ്മൾ വിറ്റു 3,000-ന്. അപ്പോൾ അസറ്റ് വിൽക്കുമ്പോൾ ജേണൽ എൻട്രി ബൈ ബാങ്ക് അക്കൗണ്ട്. ഇനി ആ വർഷത്തെ ഡിപ്രീസിയേഷൻ കണക്കാക്കണം. ആ വർഷം നമുക്ക് 2,50,000 അസറ്റ് ഉണ്ട്. അപ്പോൾ ആ അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ 10% 25,000 ആണ്. പിന്നെ നമ്മൾ ഈ അസറ്റ് വിറ്റു എന്ന് പറയുന്നത് 4,000 വാല്യൂ ഉള്ള ഒരു അസറ്റാണ് വിറ്റത്. പക്ഷേ ശരിക്കും ആ അസറ്റിന് 4,000 വാല്യൂ ഇല്ല. 2 വർഷം കഴിഞ്ഞിട്ടാണ് വിറ്റിട്ടുള്ളത്. 2 വർഷത്തെ ഡിപ്രീസിയേഷൻ 800 ആണ് വന്നത്. സോ അത് മൈനസ് ചെയ്തിട്ടുള്ള എമൗണ്ടിനാണ് വിൽക്കുന്നത്. സോ അത് വിറ്റപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3,000 കിട്ടി. 3,200 വാല്യൂ ഉള്ള അസറ്റ് വിറ്റപ്പോൾ 3,000 കിട്ടി. സോ നമുക്ക്
നഷ്ടം വന്നത് 200 ആണ്. ആ നഷ്ടം നമ്മളെവിടെ എഴുതണം? ലെഡ്ജറിൽ ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതണം. സോ ബാലൻസ് ചെയ്യുക. 1,99,300 വന്നത്. അത് അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുക. സോ ഇതാണ് നമ്മുടെ സെക്കൻഡ് പ്രോബ്ലം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.